ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് മുന്തിരി വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ കൊല്ലവും ഉണ്ടാക്കുന്നതാണ്. ഇക്കൊല്ലവും നമ്മൾ മുന്തിരി വൈൻ ഇടാൻ പോവുകയാണ്. സാധാരണ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കും, ഇപ്രാവശ്യം ഇച്ചിരി താമസിച്ചു പോയി. അപ്പം നമുക്ക് തുടങ്ങാം പരിപാടി. ഇതിനായി നമ്മൾ ഇന്ന് 4 കിലോ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. അത് ഭരണിയിലേക്ക് ഇടാം. ഇപ്പം 4 കിലോ മുന്തിരിക്ക് നമ്മൾ 2-2.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ശേഷം അടുത്ത ലെയർ മുന്തിരി നമ്മളിതിലേക്ക് ഇടും. രണ്ടാമത്തെ ലെയർ പഞ്ചസാരയും നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നല്ല മധുരമുള്ള മുന്തിരിയാണെങ്കിൽ ഇത്രയും പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. മുന്തിരി തന്നെ ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ പഞ്ചസാരയും മുന്തിരി നമ്മളിപ്പോൾ ഭരണിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ നമുക്കൊന്ന് കുത്തി ഉടച്ച് യോജിപ്പിക്കാം. നന്നായിട്ട് കുത്തി ഉടച്ച് എല്ലാ മുന്തിരി ഉടയുന്ന രീതിയിൽ കുത്തി ഉടച്ച് യോജിപ്പിക്കണം. എല്ലാ മുന്തിരിയും ഉടഞ്ഞ് അതിൻ്റെ ചാറ് പുറത്ത് വരണം. അതിനുശേഷം നമുക്ക് വെള്ളവും ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ മുന്തിരി എല്ലാം ഉടഞ്ഞ് അതിൻ്റെ നീര് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി ഈസ്റ്റും വെള്ളവും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏലക്ക, ഗ്രാമ്പൂ പോലുള്ള സ്പൈസുകളൊന്നും ചേർക്കത്തില്ല. കാര്യം നമുക്ക് ആ മുന്തിരിയുടെ ശരിയായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുന്തിരി ഏകദേശം ഉടഞ്ഞ് തീരാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മുന്തിരി എല്ലാം ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് നേരത്തെ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ആക്റ്റീവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കിനി മുന്തിരി ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ലിറ്റർ വെള്ളമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് നല്ല ചാറ്, നല്ല കുറുകിയ വീഞ്ഞ് കിട്ടണമെന്നുകൊണ്ട് 2 ലിറ്റർ വെള്ളമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളവും മുന്തിരിയും ഈസ്റ്റും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കഴിയുമെങ്കിൽ ഇത് എന്നും ഇളക്കി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇളക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഞ്ഞ് മൂടിക്കെട്ടാൻ റെഡിയായിരിക്കുകയാണ്. നമുക്കിതിൻ്റെ അടപ്പ് അടച്ച് ഒരു നല്ല തുണി കൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ മുന്തിരിച്ചാറ് വീഞ്ഞിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിനി ഇത് ക്രിസ്മസിൻ്റെ അന്ന് ഓപ്പൺ ചെയ്യാം.